അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജോലി ചെയ്യാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായ അംബിയ മുർസലീങ്ങളെ, അള്ളാഹുവിന്റെ ദാസന്മാരിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായ അംബിയ മുർസലുകളെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചത് ഈ ദീനിന്റെ ജോലി ചെയ്യാൻ വേണ്ടിയാണ്. അംബിയ മുർസലുകൾ അവരുടെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിയുന്ന അവസ്ഥയിൽ, ചില അമ്പിയാക്കളെ കീറി മുറിക്കുന്ന അവസ്ഥയിൽ വരെ ദീന്റെ പരിശ്രമത്തെ അവരെ കൊണ്ട് അള്ളാഹു ചെയ്യിച്ചു. ദീന്റെ പരിശ്രമത്തിന് വേണ്ടി, ദീന്റെ ജോലിക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയ മുർസലുകളെ അയച്ചത്. അതിനുവേണ്ടി അവര് ആത്മാർത്ഥമായിട്ട് പണിയെടുത്തു. രാവും പകലും പണിയെടുത്തു. അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ അവർക്ക് വിശ്രമിക്കാൻ സാധിക്കുമായിരുന്നില്ല. എത്ര വലിയ പ്രതിസന്ധികൾ നിറഞ്ഞ സ്ഥലത്താണെങ്കിൽ പോലും അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടെങ്കിൽ അവർക്ക് അവിടെ പോകേണ്ടി വന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായപ്പോൾ അവരതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി. ഇങ്ങനെ ഒരു വീര ചരിത്രം രചിച്ചിട്ടാണ് ഈ അംബിയ മുർസലുകളെല്ലാം ലോകത്ത് നിന്ന് വിടവാങ്ങിപ്പോയത്. അവരുടെ ജീവിതത്തിന്റെ, അവരുടെ നുബുവത്ത് മുതൽ അവരുടെ മരണം വരെ അവർ ദീനിന് വേണ്ടി അങ്ങേയറ്റം ത്യാഗത്തോടെ പരിശ്രമിച്ചു. അപ്പൊ നമ്മുടെ ജോലി എന്താണ്? നമ്മുടെ ജോലി എന്താണ്? സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കുക, സന്തോഷത്തോടെ മരിക്കുക, സന്തോഷത്തോടെ ദുനിയാവിൽ ജീവിക്കുക, സന്തോഷത്തോടെ തന്നെ മരിക്കുക. അതായത് ജീവിക്കുന്ന കാലമല്ല സന്തോഷത്തോടെ ജീവിക്കുക. അത് എന്തിന്റെ, ആരുടെ സന്തോഷമാണ്? നമ്മുടെ നഫ്സിന്റെ സന്തോഷമാണ്. അംബിയ മുർസലുകളുടെ സന്തോഷം എന്തായിരുന്നു? അള്ളാഹുവിന്റെ കൽപ്പനകൾ എത്ര ത്യാഗത്തോടെയും സഹിച്ച് പൂർത്തിയാക്കുക എന്നതായിരുന്നു അവരുടെ സന്തോഷം. പക്ഷെ നമ്മുടെ സന്തോഷം എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിച്ച് സന്തോഷത്തോടെ മരിക്കുക. ശരീരത്തിന്റെ താല്പര്യങ്ങൾക്ക് എതിരാണെങ്കിൽ അത് സന്തോഷമില്ലായ്മ. കാരണം നമ്മൾ മനസ്സിലാക്കണം, അമ്പിയാക്കൾ അവരുടെ സന്തോഷം അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തിയാക്കുന്നതിനായിരുന്നു. നമ്മുടെ സന്തോഷം നമ്മുടെ ശരീരത്തിന്റെ താല്പര്യങ്ങളെ പൂർത്തിയാക്കുന്നതിനാണ്. പരിശുദ്ധമായ നോമ്പ് വെക്കാൻ പറയുമ്പോഴും ചിലർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം പട്ടിണി ഇരിക്കണം. നമ്മുടെ മുമ്പിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. നോമ്പ് വയ്ക്കണം. എന്നാൽ നോമ്പ് വയ്ക്കുന്ന സമയത്ത് തന്നെ നോമ്പ് തുറക്കാനുള്ള വസ്തുവകകൾ നമ്മൾ തയ്യാറാക്കും. അതെന്തൊക്കെ ആയിരിക്കണമെന്ന് മുമ്പേ ഉന്നം വെച്ചിട്ടാണ് നമ്മൾ നോമ്പ് വയ്ക്കുന്നത്. അപ്പൊ ഇന്ന് നോമ്പാണ്. വൈകിട്ട് ഭർത്താവിനോട് പറയും, നമ്മൾ ഇന്ന കാര്യങ്ങളാണ് വേണ്ടത്. റമദാനിലെ ചെലവ് സാധാരണ സമയത്തുള്ള ചെലവിനേക്കാൾ കൂടുതലാണ്. ഭർത്താവ് പറയും, കുറച്ചും കൂടി വൃത്തിയായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഇറച്ചിക്കലൊക്കെ കുറച്ചും കൂടി വൃത്തിയായിട്ട് വെക്കണം. എന്താ കാര്യം? റമദാനാണ്, വായിക്ക് രുചിയാക്കിയൊക്കെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ചുമ്മാ എന്തെങ്കിലും
കാട്ടിക്കൊല്ലി വയ്ക്കലെന്ന് പറയും. അപ്പൊ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയവും സാഹചര്യവും ആഹാരവും ഒക്കെ തയ്യാറാക്കി കണ്ടിട്ടാണ് നമ്മുടെ നോമ്പ് തന്നെ. നമുക്കറിയാം നോമ്പ് തുറക്കുന്നതോടുകൂടി നമ്മുടെ വലിയ വിഭവസമൃദ്ധ ആഹാരങ്ങൾ മുമ്പിൽ വരുന്നത്. ഇതൊക്കെ കണ്ടിട്ടാണ് നോമ്പ് വയ്ക്കുന്നത്. പക്ഷെ അമ്പിയാക്കളുടെ ജോലി അങ്ങനെയല്ല. ഉദാഹരണം നൂഹ് നബി അലൈഹി സ്വലാം, അദ്ദേഹം 950 വർഷം രാവും പകലും പരിശ്രമിക്കുകയാണ്. അതിനിടയ്ക്ക് ആഹാരം ഇല്ലാത്ത സമയമുണ്ട്, ഉറക്കം കിട്ടത്തില്ല. ഇതുകൂടാതെ ജനങ്ങളുടെ ഉപദ്രവം വലിയ ബുദ്ധിമുട്ടാണ്. കല്ലെറിയുക, ഖുറാനിൽ പറയുന്നുണ്ട്. ജനങ്ങൾ പറയുന്നത് തന്നെ ഞങ്ങൾ കല്ലെറിയും. സാധാരണ അമ്പിയാക്കളോട് ഖുറാനിൽ കാണാൻ സാധിക്കും, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കും, ഇങ്ങനെയാ പറയുന്നത്. നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെറിയുമെന്നാണ് പറഞ്ഞത്. അപ്പൊ കല്ലെറിഞ്ഞാണ് നൂഹ് നബി അലൈഹി സ്വലാമിനെ കൈകാര്യം ചെയ്തത്. ലക്ഷ്യമൊന്നുമില്ല. അതായത് ഇത് വൈകിട്ട് ഇത്രയും പരിശ്രമിച്ച് കഴിയുമ്പോൾ വൈകിട്ട് കുറച്ച് ആളുകളെ നല്ല അനുസരണയുടെ സമുദായത്തെ കിട്ടുമെന്നൊന്നുമില്ല. 1 വർഷം പരിശ്രമിച്ച നല്ല ഒരാളെ കിട്ടുമെന്നൊന്നുമില്ല. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ നോക്കിയാൽ 10 വർഷം കൂടുമ്പോഴാണ് ഒരാളെ നന്നാക്കി കിട്ടിയത്. 10 വർഷത്തിലാണ് ഒരാൾ നന്നാക്കി കിട്ടിയത്. നമ്മള് ഇങ്ങനെ ജോലി ചെയ്യുന്നത്, ആരെങ്കിലും ശമ്പളം തന്നാൽ തന്നെ നമുക്ക് പ്രയാസമായിരിക്കും. ഇടി കൊള്ളണം. 10 വർഷം ആകുമ്പോൾ ഒരാൾ നന്നായി വരും നമ്മുടെ നാട്ടിൽ. കല്ലേറ് കൊള്ളണം, ആരെങ്കിലും തയ്യാറാവുന്നു. അമ്പിയാക്കളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 950 വർഷം. അവസാനം നൂഹ് നബി അലൈഹി സ്വലാം ദുആ ചെയ്തു, അല്ലാഹുവേ ഈ ജനങ്ങൾ ഒന്നും ഈ അനുസരിക്കത്തില്ല, പെണ്ണും അനുസരിക്കത്തില്ല, ആണും അനുസരിക്കത്തില്ല. ഈ പെണ്ണുങ്ങളെ പ്രസവിക്കുന്നതല്ല അള്ളാഹ് അനുസരിക്കാത്തവന്മാരെ ആയിരിക്കും. അതുകൊണ്ട് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെ ഇനി കൈകാര്യം ചെയ്യണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അപേക്ഷ വയ്ക്കുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല വൃക്ഷം വെച്ച് പിടിപ്പിക്കാൻ വൃക്ഷത്തിന്റെ തൈകൾ പറയപ്പെടുന്ന അക്കേഷ്യ മരത്തിന്റെ തൈകളാണ്. 100 വർഷം മുതൽ 400 വർഷം വരെയാണ് അതിന്റെ വിളവെടുപ്പ്. നല്ലൊരു ഭാഗമായി വരണമെങ്കിൽ 100 വർഷം മുതൽ 400 വർഷം വരെ കഴിയും. ഇത്രയും വർഷം രാവിലെ വീണ്ടും വെള്ളം ഒഴിക്കാൻ പറ്റും. അങ്ങനെ അതിനെ പാകപ്പെടുത്തി എടുത്തി. അപ്പം അള്ളാഹുവിനോട് ദുആ ചെയ്യ, അള്ളാഹുവേ ഈ സമുദായം ശരിയാവത്തില്ല, ഈ സമുദായം നന്നാവത്തില്ല. അപ്പൊ അള്ളാഹ് പറഞ്ഞ് മരം വെച്ച് പിടിപ്പിക്കുക. ഒരു ബന്ധവും ഇല്ല. ഈ മരം വളർന്നിട്ട് വേണം ഇന്ന് മരം വെട്ടി അടിക്കാൻ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ അങ്ങനെ കുറെ പറയും, പല അഭിപ്രായങ്ങൾ പറയും. ചിലർ പറയും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കാനെന്ന് പറയും, ഇതിനെല്ലാം വാരിയിട്ട്. അപ്പൊ ഇങ്ങനെ പല അഭിപ്രായങ്ങൾ നമ്മൾ പറയും, നമ്മുടെ ശാസ്ത്രജ്ഞന്മാരും കണ്ടുപിടുത്ത കാര്യം. അള്ളാഹ് പറഞ്ഞ് മരം വെക്കാം. അങ്ങനെ 100, 200, 300, 400 വർഷത്തിന് ശേഷം അത് വെട്ടിയെടുക്കാനാണ് കൽപ്പന. വെട്ടിയെടുത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് വലിച്ചു കയറ്റി കൊണ്ടുപോകണം, മരത്തിന്റെ ഈ പർവ്വതത്തിന്റെ മുകളിൽ കയറണം. അതുകൊണ്ട് ഈ മരമെല്ലാം കൂടെ 10-100 വലിയ നമ്മുടെ ആഞ്ഞിലിയും വലിയ തേക്കും ഒക്കെ എടുത്തുകൊണ്ട് ഒരാള് ഇതെല്ലാം കൂടെ ചുമക്കാന്ന് പറഞ്ഞ് ആനയൊക്കെ ഉണ്ടോന്ന് നമുക്ക് അറിയുന്നില്ല. ഇതെല്ലാം എടുത്തുകൊണ്ട് പർവ്വതത്തിന്റെ മുകളിൽ കയറി. ഈ കാണുന്നവരെന്ത് വിചാരിക്കും, അത് അതിനേക്കാൾ വലുതാണ്. ഈ രാത്രിയല്ല, ഇതെല്ലാം പകലാ ചെയ്യുന്നത്. രാത്രിയും പകലുമായിട്ടൊക്കെ ചെയ്യണം. ആരും എന്ത് വിചാരിക്കുന്നെന്ന് പറയാൻ പറ്റില്ല, അള്ളാന്റെ കൽപ്പനയാണ്. എന്തെല്ലാം ത്യാഗങ്ങളാണ് ഒരു പ്രവാചകൻ സഹിക്കേണ്ടി വന്നിട്ടുള്ളത്. നമ്മളെപ്പോലെ 10-60 വർഷം കഴിഞ്ഞൊരു പോവായിരുന്നില്ല. 10-60 വർഷം നമ്മളെ കൊണ്ട് ജോലി ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മളൊരു 10-15 വയസ്സാകുമ്പോൾ നമുക്ക് ഏകദേശം പ്രാപ്തിയാവുന്നത്. അതിനുശേഷം ഒരു 10-40 വർഷം നമ്മൾ പരിശ്രമിച്ചാലായി. ഈ ഒരു 10-40 വർഷം പോലും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. നൂഹ് നബി അലൈഹി സ്വലാം 950 വർഷമാണ്. നമുക്ക് പറയാൻ എളുപ്പമുണ്ട്. അതിൽ ഒരു ദിവസം കഴിഞ്ഞ ആ രീതിയിൽ കിടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു ദിവസം ആ രീതിയിൽ ചിന്തിക്കും, ആ രീതിയിൽ ജീവിക്കും. അപ്പൊ ഇങ്ങനെയായിരുന്നു ഓരോ പ്രവാചകന്മാരുടെയും ജീവിതം. അപ്പോ ഇനിയൊരു പ്രവാചകൻ ഒന്നും വരത്തില്ല.
അതേപോലെ നമ്മളുടെ സമയം, ഈ വിലപ്പെട്ട സമയങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനി തിരിച്ചു വരത്തില്ല. പ്രവാചകന്മാരും വരത്തില്ല, നമ്മളുടെ ആയുസ് തിരിച്ചു വരത്തില്ല. അപ്പോൾ നമ്മുടെ വിലപ്പെട്ട ജീവിതം കൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത്, അള്ളാഹു എന്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ കൽപ്പിച്ചത് അതേപോലെ ജീവിക്കുക എന്നുള്ളതാണ്. ഇനി ഒരു പ്രവാചകനെ നോക്കിയൊരു ലോകം ഇരിക്കുന്നില്ല, പ്രതീക്ഷിച്ചിരിക്കുന്നില്ല. അപ്പൊ ഇനി കൈകാര്യം ചെയ്യാനുള്ളത് ആരാണ്? നമ്മൾ തന്നെയാണ്. ഈ ലോകത്തിന്റെ നന്മയും തിന്മയും നമ്മളുടെ കൈകളിലൂടെയാണ്. ലോകത്ത് നന്മ ഉണ്ടാകുന്നത് മനുഷ്യന്റെ കയ്യിലൂടെയാണ്, ലോകത്ത് തിന്മ ഉണ്ടാകുന്നത് മനുഷ്യന്റെ കയ്യിലൂടെയാണ്. നമ്മൾ കാലത്തെ കുറ്റം പറയും, കാലം മോശം. കാലത്തിനൊരു കുഴപ്പമില്ല. അന്ന് മഴ പെയ്യുന്നുണ്ട്, 1000 വർഷം മുമ്പ്, 2000 വർഷം മുമ്പ്, 4000 വർഷം മുമ്പ് മഴ പെയ്യുന്നുണ്ട്. അതേപോലെ മഴക്കാലം അല്ലാത്ത കാലം വരുന്നുണ്ട്, തണുപ്പുള്ള കാലം വരുന്നുണ്ട്. ഇങ്ങനെ 1000 വർഷം മുമ്പും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. കാലത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. കുഴപ്പം ആർക്കാണ്? മനുഷ്യന്റെ കയ്യിലാണ്. മനുഷ്യന്റെ കൈകളിലാണ് കുഴപ്പം. മനുഷ്യൻ ശരിയാവുമ്പോൾ കാലം ശരിയാന്ന് പറയും, ലോകം ശരിയെന്നായെന്ന് പറയും. മനുഷ്യനാണ്. പണ്ടൊരു മകനെ പിതാവ് ഗുണദോഷിക്കുമ്പോൾ ആ മോനോട് ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മോനെ നീ എന്നിട്ട് പിച്ച് കീറാൻ പറഞ്ഞു. പിച്ച് കീറിയിട്ട് അത് വീട് ശരിയാക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഒരു വേണ്ട മാപ്പ് അത് വരച്ചിട്ട് ശരിയാക്കാൻ പറഞ്ഞു. ആ കുട്ടിക്ക് കഴിയുന്നില്ല. അപ്പൊ പിതാവ് പറഞ്ഞു, അതിന്റെ അപ്പുറത്തെ വശത്ത് ഒരു മനുഷ്യന്റെ ഫോട്ടോ വരയ്ക്കാൻ പറഞ്ഞു. കണ്ണൊന്നും വെക്കണ്ട, അല്ലാതെ ചുമ്മാ രൂപം. എന്നിട്ട് തിരിച്ചു വെച്ചിട്ട് ആ മനുഷ്യന്റെ രൂപം കൈയും കാലമൊക്കെ ഇട്ട് ശരിയാക്കാൻ പറഞ്ഞു. എന്നിട്ട് തിരിച്ചു വെക്കാൻ പറഞ്ഞു. അപ്പൊ ശരിയായി. ഇത്രയേ ഉള്ളൂ. മനുഷ്യൻ ശരിയായ ലോകം ശരിയായി. ലോകം നന്നാക്കാൻ നമ്മൾ ഇരുന്നാ കുഴഞ്ഞു പോകും. ഓരോ മനുഷ്യനും ശരിയാകും. അപ്പൊ അള്ളാഹിന്റെ കൽപ്പനകളെ പാലിക്കുമ്പോഴാണ് മനുഷ്യൻ ശരിയാവുന്നത്. എപ്പോഴാണ് മനുഷ്യൻ ശരിയാകുന്നത്? അള്ളാഹിന്റെ കൽപ്പനകളെ പാലിക്കുമ്പോഴാണ്. എപ്പോഴാണ് മനുഷ്യൻ മോശമാകുന്നത്? അള്ളാഹിന്റെ കൽപ്പനകളെ പാലിക്കാതിരിക്കുമ്പോഴാണ്. മനുഷ്യന്റെ യുക്തിക്കോ ചിന്തയ്ക്കോ ബുദ്ധിക്കോ ഒന്നും യാതൊരു വിലയുമില്ല. അള്ളാഹുവിന്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരു വിലയുമില്ല. അപ്പൊ നമ്മളൊരു വക്കീലിനെ കാണാൻ പോയി. അപ്പൊ അദ്ദേഹം പറയാണ്, മുസ്ലിമാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, പിന്നെ അനന്തരാവകാശം വിധിക്കുന്ന വിഷയത്തിൽ ഖുർആനിൽ ചെറിയ മാറ്റമൊക്കെ വരുത്തേണ്ട കാര്യം അതിക്രമിച്ചിരിക്കും. അതായത് മരിച്ചു പോകുന്ന വ്യക്തിക്ക് ആൺമക്കളുണ്ടെങ്കിൽ സ്വത്ത് മൊത്തം ആൺമക്കൾക്ക് കിട്ടും. പക്ഷെ പെൺമക്കൾ മാത്രമേ ഉള്ളെങ്കിൽ അതിന്റെ ഒരു വിഹിതം കൊച്ചാപ്പന്മാർക്കും ഒക്കെ അങ്ങനെ പോകും, മുത്താപ്പന്മാർക്കും ഒക്കെ. അപ്പോ മരണപ്പെടുന്ന വ്യക്തിക്ക് പെൺമക്കൾ മാത്രമാണെങ്കിൽ സ്വത്ത് മുഴുവനും മക്കൾക്ക് വരുന്നില്ല. ആൺമക്കളുണ്ടെങ്കിൽ മൊത്തം പോകും, ആൺമക്കൾക്ക് പോയി. ആൺമക്കൾക്കും പെൺമക്കൾക്കും ആയിട്ട് തുല്യമായിട്ട് പോകും. എന്തായാലും മൊത്തം മക്കളുടെ തന്നെ വിധി വെച്ച് ദോഹരിക്കാൻ കഴിഞ്ഞാൽ. പക്ഷെ പെൺമക്കൾ മാത്രമാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് മക്കൾക്ക് കിട്ടത്തില്ല, വിധിക്കപ്പെട്ടു വാപ്പാടെ സഹോദരന്മാർക്ക്. അപ്പൊ ഈ ഒരു കാലം കഴിഞ്ഞില്ലേ എന്ന് ഒരു വക്കീൽ എന്നോട് ചോദിക്കും. അപ്പൊ വേറൊരു പുസ്തകന്മാരെ ഞാൻ ഇന്ന് സംസാരിച്ച് അത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. കാരണം കാലം പറഞ്ഞതോ കാലത്തിന്റെ ആവശ്യങ്ങളോ ഒന്നും അനുസരിച്ച് ജീവിക്കാനല്ല നമ്മളെ വിട്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗ്ഗം തരാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ്. അല്ലാതെ നമ്മൾ ലോകത്ത് കുറച്ച് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ട് ഖുർആനേക്കാൾ നല്ല രീതി ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് തെറ്റിദ്ധാരണയാണെങ്കിലും മനുഷ്യന്റെ തോന്നുന്നതാണ് ഇങ്ങനെയൊക്കെയാണ് ശരിയെന്ന് തോന്നിയിട്ട് മനുഷ്യൻ തോന്നുന്ന പോലെയൊക്കെ ചെയ്തു വെച്ചാൽ മനുഷ്യന് മാർക്ക് കിട്ടത്തില്ല. ഇപ്പൊ സ്കൂളിൽ പഠിപ്പിക്കുന്നത് പോലെ നമ്മളൊരു മഴ ഉണ്ടാകുന്നത് എങ്ങനെ സ്കൂളിൽ ചോദിച്ചു, മഴ ഉണ്ടാകുന്നത് എങ്ങനെ? അപ്പൊ ഒരാൾ ഖുർആനിൽ മഴ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്, അതേപോലെ എഴുതി വെച്ച സ്കൂളിൽ മാർക്ക് കിട്ടും.
മഴ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് എന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു ഒരാൾ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടൂ? എന്താ കിട്ടാതെ? സ്കൂളിൽ എങ്ങനെ പഠിപ്പിച്ചോ അങ്ങനെ എഴുതിയാലേ മാർക്ക് കിട്ടത്തുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാർക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്, സ്വർഗം തരാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, നരകത്തിൽ നിന്ന് രക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്തിന്റെ പേരിലാണ്? പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിച്ചാൽ ദുനിയാവിൽ നിങ്ങൾക്ക് വിജയം, ആഖിറത്തിൽ നിങ്ങൾക്ക് വിജയം. ഇനി പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചില്ലെങ്കിൽ ദുനിയാവിൽ നിങ്ങൾക്ക് നിന്നല്ല നിസാരത, പരാജയം, ആഖിറത്തിൽ പരാജയം. ഇതാണ് ഖുർആൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം ആകേണ്ടത്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും ഒപ്പിച്ച് നമ്മുടെ ജീവിതത്തെ ഒപ്പിച്ച് ആക്കിയെടുക്കണം. അല്ലാതെ ചെരുപ്പിലൊത്ത് കാല് മുറിക്കല്ല വേണ്ടത്. ഇപ്പൊ വക്കീല് പറഞ്ഞത് ഇങ്ങനെ എനിക്ക് തോന്നുന്നത്, ചെരുപ്പിന് അല്പം നീളം കുറവുണ്ടെന്ന് കാലനുസരിച്ച് മുറിച്ചേക്കാം എന്ന് പറയുന്ന പോലെയാണ് ഇപ്പൊ വക്കീൽ പറഞ്ഞത് എനിക്ക് തോന്നുന്നു. ചെരുപ്പിൽ നീളം കുറവുണ്ട്, അതുകൊണ്ട് കാലനുസരിച്ച് മുറിച്ചാൽ മതി എന്ന് പറഞ്ഞ പോലെ ഖുർആനെ വെട്ടിയെടുത്തിരുന്നു പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാകും. ഞങ്ങള് അപ്പൊ ഇസ്ലാം ഒരുമക്കൾ തോന്നി അദ്ദേഹം ഇസ്ലാമിന്റെ പുറത്തു പോയി. കാരണം പരിശുദ്ധ ഖുർആനെ അയാൾ വേണ്ടെന്ന് പറയുക. അള്ളാഹുവിനെ അനുസരിക്കുന്ന വിലക്കുകൾക്കുള്ളിൽ നിന്ന് മനുഷ്യ പുറത്തു പോയി. ഇനി മനുഷ്യ മുസ്ലിം അല്ല. ഇനി കരിമ പറഞ്ഞ് പശ്ചാത്തലത്തിൽ മുസ്ലിമിനെ ഇസ്ലാമിലേക്ക് വരണം. പരിശുദ്ധ ഖുർആൻ നിഷേധിച്ചു, ഖുർആൻ പോരാന്ന് പറഞ്ഞു, ഖുർആനിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. ബുദ്ധി ഇല്ലാത്തവരെ മാത്രമല്ല ചികിത്സിക്കേണ്ടത്, ബുദ്ധി ഉള്ളവരെയും ചികിത്സിക്കേണ്ടി വന്നിരിക്കുക. കാരണം ഖുർആൻ മോശമെന്ന് വെച്ചിരിക്കുക വലിയ പഠിച്ചിട്ട് നമ്മൾ വിചാരിക്കും ഖുർആൻ ബുദ്ധി കുറഞ്ഞാൽ മാത്രം ചികിത്സിച്ചാൽ മതി. ബുദ്ധി കൂടിയാലും ചികിത്സിക്കണം. മനുഷ്യന്റെ സ്വന്തം താല്പര്യങ്ങളിലേക്ക് വരും. മനുഷ്യൻ അടിമയല്ല, മനുഷ്യൻ മുതലാളിയാണ്, മനുഷ്യൻ സ്വയം കാര്യകർത്താവാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ വലിയ വലിയ ബുദ്ധിയിലേക്ക് അവനെ ചികിത്സിക്കണം. ഇല്ലെങ്കിൽ ചികിത്സിക്കണം. വിശപ്പുണ്ടെങ്കിൽ വിശപ്പ് കൂടി പോയി അപ്പോഴും ചികിത്സിക്കണം. വിശപ്പൊക്കെ തീരെയില്ല അപ്പോഴും ചികിത്സിക്കണം. ഇതേപോലെ ബുദ്ധി കൂടിയാലും ചികിത്സിക്കേണ്ടി വരും. പിന്നെ അബൂജഹൽ ഇപ്പൊ 100 വിഷയത്തിൽ PhD എടുത്തിരിക്കുകയാണ്. എന്നാൽ അബൂജഹലിന്റെ പേര് ആരെങ്കിലും ആരെങ്കിലും വിളിക്കുമോ? അല്ലാമ മൗലാന അബൂജഹൽ എന്ന് ആരെങ്കിലും വിളിക്കുമോ? എന്താ കാര്യം? ഇതേപോലെയാണ് നമ്മുടെ പഠനങ്ങൾ മൊത്തം. ദീനില്ലായ്മ, ദീൻ വിട്ട് എന്തൊക്കെ ഡിഗ്രി മേടിച്ചാലും ശരി, ദുനിയാവിന്റെ ഏത് അങ്ങേയറ്റത്തെത്തിയാലും ശരി, ദീനില്ലെങ്കിൽ നമ്മൾ അബൂജഹലാണ്, അബൂജഹലിന്റെ കൂടെയാണ്. 100 വിഷയത്തിൽ PhD എഴുതാൻ ശരി, നമ്മൾ അബൂജഹൽമാരുടെ കൂടെ ആയിരിക്കും. കാരണം ദീനില്ല. അപ്പോ റമദാൻ മാസം, പരിശുദ്ധമായ നോമ്പ് റമദാൻ മാസം വരികയാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച മാസമാണ്. ഇത്ര നേരം നമ്മൾ ഖുർആനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഖുർആനെ നിഷേധിക്കുക, പരിശുദ്ധ അതേപോലെ സുന്നത്തിനെ നിഷേധിക്കുക, തിരുസുന്നത്തുകളെ നിഷേധിക്കുക, അത് ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യം. അപ്പൊ അതുപോലെയാണ്. അപ്പൊ അതേപോലെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് നോമ്പ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്ത മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. ഈ മാസത്തിൽ നോമ്പ് വയ്ക്കാൻ അല്ലാഹു പറഞ്ഞു. ഈ നോമ്പ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും ഒരു മതക്കാർക്കോ മറ്റു ഒരു ജാതിക്കോ ഒന്നും അവർക്ക് ആർക്കും അംഗീകരിക്കും. മറ്റു മതങ്ങളിലൊക്കെ നോമ്പിട്ടു, പക്ഷെ മത്സ്യ മാംസാദി കാര്യങ്ങൾ വർജിക്കുക എന്നാണ് അവരുടെ നോമ്പ്. കാരണം ഇങ്ങനെ ഒരു നോമ്പ് 1400 വർഷം മുമ്പ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഖുർആൻ ഇങ്ങനൊക്കെ വന്നില്ലെങ്കിൽ നമ്മളും ചോദിക്കും പട്ടിയുടെ മരിച്ചു പോയിട്ടില്ല. പരിശുദ്ധ ഖുർആൻ വന്നതുകൊണ്ടാണ് ഇത് വെക്കാൻ, ഈ നോമ്പ് പിടിക്കാൻ ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ഊർജം, അവരുടെ മനസ്സ് തയ്യാറായത്, മാനസികമായി തയ്യാറായത് വളരെ കൽപ്പനയായിരുന്നു. അപ്പൊ എന്തായാലും ഭരിക്കത്തില്ല, നോമ്പ് വെച്ചിട്ട് പറഞ്ഞാൽ ഭരിക്കത്തില്ല. നോമ്പ് വെച്ചെന്ന് പറഞ്ഞ ആരോഗ്യം നശിക്കത്തില്ല. അങ്ങനെ ധൈര്യമായിട്ട് നോമ്പ് വയ്ക്കാൻ മുന്നോട്ട് പോകും. തലമുറ നമ്മൾ നോമ്പ് വയ്ക്കാൻ ധൈര്യം കാണിക്കും. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ വന്നില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ ഉണ്ടാവും.
ഡോക്ടർമാർ പറയും കഴിച്ചില്ലെങ്കിൽ അൾസർ ഉണ്ടാവും. നോമ്പ് പിടിച്ചൊരു പേര് ലോകത്ത് അൾസർ ഉണ്ടാകുന്ന പേരുണ്ട്. അല്ലാഹു തആല പറഞ്ഞില്ലെങ്കിൽ ഈ വിഷയം, അൾസർ ഉണ്ടാകുന്നുള്ള വിഷയം അല്ലെങ്കിൽ ഗ്യാസ് കയറുന്നുള്ള വിഷയം പറഞ്ഞിന്ന് ലോകത്ത് നോമ്പ് ഉണ്ടാകത്തില്ല. അല്ലാഹു തആല പരിശുദ്ധ പറഞ്ഞുകൊണ്ട് വേറെ ചില പഠനങ്ങൾ നടന്നു. ഖുർആനെ വിശ്വസിക്കുന്ന ചില ആളുകൾ പഠനം നടന്നു. അപ്പൊ മനസ്സിലായി ഇത് രോഗമല്ല, ഇത് ആരോഗ്യം ഉണ്ടാക്കുന്നതാണ് ഈ നോമ്പ്. ശരീരത്തിലെ കൊളസ്ട്രോള്, BP ഇതെല്ലാം കുറയും, പ്രശ്നം കുറയ്ക്കുമ്പോൾ. നോമ്പ് 11 മാസം നമ്മളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന ദുർമേധസ്സുകളെ എല്ലാം നശിപ്പിക്കാൻ നോമ്പ് പോലെ മറ്റൊന്നുമില്ല എന്ന് ഡോക്ടർമാർ പഠിച്ചു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആനിനെ അംഗീകരിച്ചുകൊണ്ട് ഒരു പഠനം നടത്തിയപ്പോഴാണ് ഇങ്ങൊരു പഠനം വന്നത്. അല്ലെങ്കിൽ വരത്തില്ല. അല്ലെങ്കിൽ മറ്റേ കഴിച്ചിരിക്കുന്നു, അൾസർ ഉണ്ടാവും, ഗ്യാസ് ഉണ്ടാവും, അതോ ഇതോ പ്രശ്നമോ ആൾ ചിലപ്പോൾ തട്ടി. അപ്പോ ഇനിയിപ്പോ ഇടയ്ക്ക് ഒരു പഠനം നടന്നു. അതിനകത്ത് കണ്ടുപിടിച്ചത് അറിയാമോ? സംസം വെള്ളത്തിൽ ക്യാൻസർ അണുക്കളുണ്ടെന്ന് കണ്ടുപിടിച്ചത് അമേരിക്കയിൽ നിന്നുള്ള പഠനമാണ്. ഒറ്റ റിപ്പോർട്ടേ പുറത്തു വന്നുള്ളൂ, രണ്ടാമത് പിന്നെ വന്നില്ല. കാരണം ആ പഠനം തെറ്റാണെന്ന് തെളിയിക്കാൻ ഖുർആൻ അംഗീകരിച്ച ഡോക്ടർമാർക്ക് നിമിഷ നേരം വേണ്ടി വന്നു. ഒരു കാര്യത്തിനോട് താല്പര്യം ഉണ്ടായിട്ട് പഠിക്കുമ്പോഴും താല്പര്യം ഇല്ലാതെ പഠിക്കുമ്പോഴും, വിശപ്പുണ്ടായിട്ട് കഴിക്കുമ്പോഴും ഇല്ലാതെ കഴിക്കുമ്പോഴും ബിരിയാണിക്ക് വ്യത്യാസമായിരിക്കും. ഇതുപോലെയാണ്. നല്ല ബിരിയാണിയാണ്, പക്ഷെ വിശപ്പില്ല. അപ്പുറത്ത് അതിനേക്കാൾ നല്ല ബിരിയാണി 2 മണിക്ക് കഴിച്ചിട്ട് വന്നിട്ട് ഇവിടുത്തെ ബിരിയാണി കഴിക്കും. പറ്റത്തില്ല. വേണ്ടാത്തോണ്ടല്ല, ബിരിയാണിക്ക് രുചിക്കാത്തോണ്ടല്ല, വേണ്ടാത്തോണ്ടാണ്. എന്ന് പറയുന്നത് പോലെ ദീനിനെ താല്പര്യത്തോടുകൂടി ഇതിന്റെ പഠനങ്ങൾ പഠിക്കുന്നതും, സംസം വെള്ളത്തെ കുറിച്ച് താല്പര്യമുള്ള പഠിക്കുമ്പോൾ, മുസ്ലിം പഠിക്കുമ്പോൾ സംസം വെള്ളത്തിൽ ഷിഫ ഉണ്ടെന്ന് പഠിക്കും. താല്പര്യം ഇല്ലാതെ പഠിക്കുമ്പോൾ സംസം വെള്ളത്തിൽ ക്യാൻസർ അണുക്കളുണ്ടെന്ന് പഠിക്കും. ദുനിയാവിന്റെ പഠിത്തത്തിലാണ്. അപ്പൊ ദീനിന്റെ കാര്യങ്ങൾ പരിശുദ്ധമായ ഖുർആനിന്റെ അംഗീകാരം നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ, അവന്റെ പേരാണ് മുസ്ലിം, പരിശുദ്ധ ഖുർആൻ. അപ്പോ ഈ പരിശുദ്ധ ഖുർആൻ ഇറക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച മാസം റമദാൻ മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെ അവതരിപ്പിക്കാൻ തീരുമാനിച്ച മാസം റമദാൻ മാസം. ഈ മാസത്തെ നമ്മൾ എന്താക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങൾക്ക് മുൻഗാമികൾക്ക്, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ നോമ്പ് വയ്ക്കണം എന്നുള്ളത് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. എന്തിനാണ് നോമ്പ് വയ്ക്കുന്നത്? അപ്പൊ നമുക്ക് മനസ്സിലായി, നമുക്ക് മാത്രമല്ല നോമ്പ്, മുൻകാലഘട്ടക്കാർക്കും നോമ്പുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്ന് കുറയ്ക്കാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽ മാത്രമല്ല, ചിലർ പറയും നമസ്കാരം ലളിതങ്ങളുടെ സമുദായത്തിൽ മാത്രമായിരുന്നു എന്നൊക്കെ സംശയം പ്രകടിപ്പിക്കാറുണ്ട്. അതുപോലെ ഇങ്ങനെ മുൻഗാമികൾക്ക് നോമ്പുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താ? ഖുർആനിൽ പറഞ്ഞിരിക്കുക മുൻകാലഘട്ടക്കാർക്ക് നോമ്പുണ്ടായിരുന്നു. കാര്യം എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയാണ് നോമ്പ് വച്ചിരിക്കുന്നത്. നിങ്ങൾ ജീവിതത്തിൽ ഹറാം ഹലാലുകളെ സൂക്ഷിച്ച്, ശരീരത്തിന്റെ ഇച്ഛകളെ സൂക്ഷിച്ച്, മുമ്പ് പറഞ്ഞ പോലെ ശരീരത്തിന്റെ രസങ്ങൾ, സന്തോഷങ്ങൾ മാത്രം പൂർത്തിയാക്കി ജീവിക്കുന്നവരാകാതെ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകളെ ഞങ്ങൾ അനുസരിക്കുന്നവരാണ്, അതിന്റെ മുമ്പിൽ ശിരസ് കുനിക്കുന്നവരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ പാലിക്കാൻ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയാണ് നോമ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കി തന്നിട്ടുള്ളത്. ചുമ്മാ ഒന്നുമല്ല. നോമ്പ് ചുമ്മാ പട്ടിണി കിടക്കാൻ വേണ്ടിയല്ല. മരുന്ന് തരുന്നത് രോഗം മാറാൻ ആണ് എന്നുള്ളത് പോലെ രോഗം മാറാതിരിക്കുകയും ചെയ്യാം. പക്ഷെ നോമ്പ് വെച്ച ഉറപ്പാണ് അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ ഒരു താല്പര്യമില്ല.
അള്ളാഹിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ. പട്ടിണി കിടക്കുന്നത് പാവം ചെയ്യാൻ തോന്നുന്നില്ല. ഒന്നിന്റെ തലവേദന എടുത്ത് കിടന്നുറങ്ങും, മൊബൈൽ നോക്കാൻ തോന്നുന്നില്ല. അപ്പോ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ മനുഷ്യന്റെ ശരീരത്തെ പ്രാപ്തമാക്കുന്ന, മനുഷ്യന്റെ ചിന്തകൾക്കൊരു ഉന്മേഷം തരുന്ന അള്ളാഹുവിന്റെ സംവിധാനമാണ്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശിഫായാണ് എന്ത്? നോമ്പ്. അപ്പൊ ഇതിനെ നമ്മൾ വേണ്ട വിധം എന്താക്കണം? വളരെ അംഗീകാരത്തോടുകൂടി സ്വീകരിക്കണം, വളരെ സ്വീകാര്യതയോടുകൂടി അതിനെ നമ്മൾ എന്താക്കണം? അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് ഇത്. ഞാൻ അള്ളാഹ് തരുമ്പോൾ വേണ്ട തട്ടിക്കളയാൻ പാടില്ല, അള്ളാഹു നിർബന്ധമാക്കിയതാണ്. അപ്പൊ ഇത് എൻ്റെ മേലുള്ള കർത്തവ്യമാണ്. ഇനി റമളാൻ മാസത്തിലെ നോമ്പ് നഷ്ടപ്പെട്ടു, എന്തെങ്കിലും അനിവാര്യമായ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അടുത്ത റമളാൻ ആകുന്നതിന് മുമ്പ് തന്നെ അതിനെ ഖളാ വേണ്ടി പൂർണ്ണമായിട്ട് നിർവഹിച്ച് തീർത്തേക്കണം. അതിന്റെ അടുത്ത വർഷത്തേക്ക് അത് പോകാതെ ആ 12 മാസങ്ങൾക്കുള്ളിൽ, അടുത്ത 11 മാസങ്ങൾക്കുള്ളിൽ തന്നെ അനിവാര്യമായ കാരണങ്ങൾ കൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടു പോയാൽ അതിനെ വെച്ച് വെടിയേക്കണം. കാരണം അതിന്റെ കൽപ്പനയാണ്. ആ വർഷം 29 നോമ്പ് ഉണ്ടായിരുന്നെങ്കിൽ 29 നോമ്പ് വെക്കാൻ പറ്റാത്തത് ബാക്കി മൊത്തം പൂർത്തിയാക്കണം. 30 ആണെങ്കിൽ 30 ആക്കി പൂർത്തിയാക്കണം. എത്ര എളുപ്പമാണ്, 11 മാസം കൊണ്ട് ചെയ്താൽ മതി. അങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി അള്ളാഹുവിന്റെ കൽപ്പനകളെ ആ രീതിയിൽ നമ്മൾ ഗൗനിച്ച് സ്വീകരിക്കണം. പാടായി പോയി അങ്ങനെ, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ചുമ്മാന്നുമല്ല, വലിയ പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സിയാമു ജിന്നത്ത്, നോമ്പ് പരിചയാണ്, നോമ്പ് പരിചയാണ്. ഫലാ യർഫുസ് വലാ യജ്ഹൽ, നോമ്പുകാരൻ തെറ്റായ പ്രവൃത്തികൾ ചെയ്യുകയോ സംസ്കാരമില്ലാത്ത വാക്കുകൾ പറയുകയോ ചെയ്യരുത്. അതായത് നോമ്പുകാരൻ മോശമായ വാക്കുകൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടില്ല. പാപത്തിൽ നിന്നും മനുഷ്യനെ തടയുന്ന പരിചയാണ്. യുദ്ധത്തിൽ നിങ്ങളെ സഹായിക്കുന്നത് പോലെ നോമ്പ് നിങ്ങളെ തിന്മയിൽ നിന്ന് തടയും, നിങ്ങളെ തടയുന്ന പരിചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പിന്റെ കാരണത്താൽ നിങ്ങളുടെ വായിൽ ഗന്ധമുണ്ടാകും. ലഖലൂഫു ഫമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്ത് പറയുകയാണ്, ഏതൊരു അള്ളാഹുവിന്റെ കയ്യിലാണോ എന്റെ ജീവൻ, ആ അള്ളാഹുവിൽ സത്യം, വല്ലദീ നഫ്സി ബിയദിഹി, സത്യം ചെയ്ത് പറയുകയാണ്, ലഖലൂഫു ഫമിസ് സായി, നോമ്പുകാരന്റെ വായുടെ ഗന്ധം, അതായത് ഒരു വാസനയുണ്ട്. അതായത് ആമാശയത്തിൽ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ആമാശയത്തിൽ നിന്ന് ഒരു ഗന്ധം വരും, ഒരു ദുർഗന്ധം. ഇത് വായിലൂടെ സംസാരിക്കുമ്പോൾ പുറത്തു വരും. ഇത് അള്ളാഹുവിന്റെ അടുക്കൽ അത്യബു ഇൻദല്ലാഹി തആല മിൻ റീഹിൽ മിസ്ക്, പുറത്തു വരുന്നത് ദുർഗന്ധമാണ്. അള്ളാഹു അതിനെ കാണുന്നത് കസ്തൂരിയായിട്ടാണ്. എങ്ങനെയുണ്ട്? ദീന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ദീന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നത് ദുർഗന്ധമായിട്ടാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അത് സുഗന്ധമാണ്. ചിലർ പറയും തത്തയ്ക്ക് മുളക് മധുരമാണെന്ന്. മനുഷ്യന്റെ നാവിന് എരിയാണ്, തത്തയ്ക്കോ വേവിക്കാത്ത മാംസം ഈ വന്യജീവികളൊക്കെ കഴിക്കാറുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുമോ?
അപ്പം എന്താണ് ശരിയെന്ന് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളല്ല തീരുമാനിക്കുന്നത്. ഏതാണ് ശരിയെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ബുദ്ധിജീവികളൊന്നുമല്ല. എല്ലാവരും പ്രാപ്തി കുറഞ്ഞവരും കഴിവ് കുറഞ്ഞവരുമാണ്. ദീനാണ് തീരുമാനിക്കുന്നത് എന്താണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നുണ്ട്, യതീമിന്റെ മുതൽ അന്യായമായി ഭക്ഷിക്കുന്നവൻ നരകത്തിന്റെ തീയാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. സൂറത്ത് നിസായിൽ അല്ലാഹു പറയുന്നതാണ്. യതീമിന്റെ മുതൽ അന്യായമായി തിന്നുന്നവൻ നരകത്തിന്റെ തീയാണ് തിന്നുന്നത്. ഇപ്പൊ നമ്മൾ മേടിച്ച് കഴിക്കുന്നത് ബിരിയാണിയാണ്. യതീമിന്റെ മുതൽ കൊണ്ട് നമ്മൾ വാങ്ങി കഴിക്കുന്നത് മട്ടൻ ബിരിയാണി. പക്ഷെ അല്ലാഹു പറയുന്നത് മട്ടൻ ബിരിയാണി അല്ല, അത് തീയാണ്. എങ്ങനെയുണ്ട്? അപ്പൊ നമ്മുടെ ബുദ്ധിയല്ല, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളല്ല എന്താണ് തീരുമാനിക്കുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾക്ക് നോമ്പുകാരന്റെ വായിൽ നിന്ന് അനുഭവപ്പെടുന്ന ദുർഗന്ധമാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അത് കസ്തൂരിയാണ്. ഇപ്പൊ നഷ്ടമല്ല, അതൊരു ലാഭമാണ്. അതൊരു ലാഭമാണ്. മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കഴിവ് കുറവാണ്. അതുകൊണ്ട് കാണുന്നതെല്ലാം ശരിയാവണമെന്നില്ല. മനുഷ്യന്റെ പഠനങ്ങളെല്ലാം ശരിയാകണമെന്നില്ല. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം ശരിയാകണമെന്നില്ല. 99% തെറ്റാണ്. ശരി എന്തേ ഉള്ളൂ? 100% ശരിയാകുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയും നബിതങ്ങളുടെ ചര്യയും. ഇതാണ് 100% ശരി. ബാക്കിയെല്ലാം 100% ശരിയാകത്തില്ല. കാരണം മെഡിസിന്റെ പുസ്തകങ്ങളിൽ 100 വർഷം മുമ്പ് പഠിപ്പിച്ച MBBSന്റെ പുസ്തകങ്ങളൊന്നും അല്ല ഇപ്പൊ പഠിപ്പിക്കുന്നത്. അതൊക്കെ ഇപ്പൊ ആക്രിക്കട കൊണ്ടുവച്ചിരിക്കുക, തൂക്കി വയ്ക്കാൻ. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നു. ഇന്ന് വലിയ വലിയ വില കൊടുത്ത് മേടിക്കുന്ന മെഡിസിന്റെ പുസ്തകങ്ങളെല്ലാം ഒരു 10 വർഷം 50 വർഷം കഴിയുമ്പോൾ ആക്രിക്കടയിൽ പോയാൽ കാണാൻ തൂക്കി വയ്ക്കാൻ വെച്ചിരിക്കുന്നത്. കാരണം പഠനങ്ങൾ മാറും. അപ്പൊ മനുഷ്യന്റെ പഠനങ്ങൾ ഒരിക്കലും പൂർണ്ണമാകത്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന വസ്തുക്കൾ കൊണ്ട് മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചു തീർന്നിട്ടില്ല. ഒരിക്കലും മനുഷ്യൻ ഈ ആകാശത്തിന്റെ അതിന്റെ അറ്റങ്ങളെ കുറിച്ച് പഠിച്ചു തീരത്തില്ല. മനുഷ്യന്റെ ചിന്ത അവിടെ എത്തത്തില്ല, മനുഷ്യന്റെ കാഴ്ച എത്തത്തില്ല, മനുഷ്യന്റെ ഉപകരണങ്ങൾ എത്തത്തില്ല. ഈ ലോകത്തിന്റെ ഈ ആകാശത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഒരിക്കലും മനുഷ്യനെ പഠിച്ചു തീർക്കാൻ സാധിക്കത്തില്ല. അപ്പൊ ഇങ്ങനെയാണ്. അപ്പോ മനുഷ്യൻ ഇനി നമ്മൾ കടന്നു ഇനി അതിന്റെ അപ്പുറത്തേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇനി അത് അല്ലാഹു തആല ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അടുത്ത് വേറെ ചർച്ച വരും. ഈ ആകാശത്തെ കുറിച്ച് പഠിച്ചിട്ടില്ല. അത് ഏറ്റവും ചെറിയ 7 ആകാശത്തിന് താഴെയുള്ള ഏറ്റവും ചെറിയ 7 ആകാശത്തിന്റെ ഏറ്റവും ചെറുതാണ് ഈ നമ്മൾ കാണുന്ന ഈ ആകാശം. അതിന്റെ അപ്പുറത്തേക്കാണ് അതിന്റെ ആകാശം. 1-ാം ആകാശം എടുത്ത് 2-ാം ആകാശത്തിൽ വെച്ചാൽ 1-ാം ആകാശം ഒരു മോതിരം പോലെ കാണും. അതേപോലെ 1-ാം ആകാശവും 2-ാം ആകാശം എടുത്ത് ചുരുട്ടി 3-ാം ആകാശത്ത് വയ്ക്കുമ്പോൾ അതൊരു മോതിരം പോലെ കാണും. 7 ആകാശം ചുരുട്ടി അള്ളാഹുവിന്റെ അർശിന്റെ കീഴിൽ വയ്ക്കുമ്പോൾ ഒരു ചെറിയ മോതിരം പോലെ ഇരിക്കും. അപ്പൊ ഇനി അതിന്റെ അപ്പുറമാണ് അള്ളാഹ്. ഈ അർശ് ഒരു സൃഷ്ടിയാണ്. അള്ളാഹിന്റെ ഒരു സൃഷ്ടി മാത്രമാണ് അർശ്. അതാണ് രസം. അതിന്റെ അപ്പുറത്തുള്ള മനുഷ്യൻ അതിന്റെ അപ്പുറത്തുള്ള ചർച്ചയാണ് മനുഷ്യന്റെ ചെറിയ ബുദ്ധിയും കൊണ്ട്. മനുഷ്യൻ എത്ര പൊട്ടനാണ്? മനുഷ്യന്റെ പഠനങ്ങളിൽ 99% തെറ്റായിരിക്കും. അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞത് നമ്മൾ അബൂജഹൽ 100 വിഷയങ്ങളിൽ PhD എടുത്ത് അബൂജഹൽ മാറത്തില്ല. അപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ എന്താണ്? ആ ദുർഗന്ധം വാസനയാണ്, അത് സുഗന്ധമാണ്, അത് കസ്തൂരിയേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠമാണ്, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്റുകു തആമുഹു വശറാബുഹു വശഹവതുഹു മിൻ അജ്ലി. മനുഷ്യന് ആഹാരം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, വെള്ളം കുടിക്കാൻ നല്ല ദാഹം ഉണ്ടായിരുന്നു, പല ശരീരത്തിന്റെ ആവശ്യങ്ങളും താല്പര്യങ്ങളും ഉണ്ടാകുന്നു. ഇതൊക്കെ ആർക്ക് വേണ്ടിയാ ഒഴിവാക്കുന്നത്? നമ്മുടെ വീട് അടച്ചിരുന്ന് വെള്ളം കുടിച്ച ആരെങ്കിലും കാണും? വേവിച്ച് കഴിച്ച ആരെങ്കിലും കാണും? പക്ഷെ ഇതെല്ലാം ഒഴിവാക്കുക ആർക്ക് വേണ്ടിയാണ്? അല്ലാഹു പറയുന്ന മിൻ അജ്ലി, അതെനിക്ക് വേണ്ടി.
എന്റെ കാരണത്താൽ ഞാൻ എന്റെ പേരിലാണ് അവൻ തന്നെ ഒഴിവാക്കുന്നത്. അതുകൊണ്ട് നോമ്പിന് ഞാനാണ് പ്രതിഫലം കൊടുക്കുന്നത്. അള്ള പറയുക, അള്ള പ്രതിഫലം തരുമെന്ന് പറഞ്ഞാൽ എത്ര വലിപ്പൂട്ടാം. അതിനെക്കുറിച്ച് ഒരു പഠനം നമ്മൾ നടത്താൻ പോയാൽ നമ്മൾ എവിടെയും എത്തത്തില്ല, ഇന്നൊന്നും തീരത്തില്ല. അള്ളാഹു താല പറയുക, ഞാൻ പ്രതിഫലം കൊടുക്കുക. ഞാൻ ഇപ്പൊ ഒരു കുട്ടി ഇവിടെ ഖിറാഅത്ത് ഓതിയിരിക്കും, നല്ല ഓതലായിരുന്നു, ഞാൻ ഒരു സമ്മാനം കൊടുത്തു, ഒരു പേന കൊടുക്കും. നീ ഇവിടുത്തെ പ്രിൻസിപ്പളാ കൊടുക്കുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ കനത്തിയെന്തെങ്കിലും. ഇവിടുത്തെ പ്രധാനമന്ത്രിയെ കൊടുക്കുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പവൻ സ്വർണ്ണം കൊടുക്കുമായിരിക്കും, അല്ലെ ഒരു 10 പവൻ. ഇങ്ങനെ പോയി. അപ്പൊ അള്ള പറയാ, ഞാനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പ് എന്തായിരിക്കും? അത് നമ്മളെ കൊണ്ടൊന്നും അങ്ങേ ചിന്തിക്കാനോ മനസ്സിലാക്കാനോ രൂപപ്പെടുത്താനോ സാധ്യമല്ല. ഈ ലോകത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ചത്ത കൊതുകിന്റെ ചിറകിന്റെ വില പോലും അള്ളാഹുവിന്റെ അടുക്കലില്ല. ചത്ത കൊതുകിന്റെ ചിറകിന്റെ വില പോലും അള്ളാഹിന്റെ അടുക്കലില്ല. അപ്പൊ നോമ്പിലുള്ള പ്രതിഫലം കൊടുക്കുമെന്ന് പറയുമ്പോ ഈ ദുന്യാവ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ മതിയോ? ഈ ദുന്യാവിന്റെ അകത്ത് എന്തൊക്കെയുണ്ട്? നവരത്നങ്ങളുണ്ട്, പവിഴം, ഗോമേതകം, പുഷ്പരാഗം. ഇങ്ങനെ ഇതൊക്കെ ഒരു 100 രൂപ കൊടുക്കുമ്പോൾ സ്വർണം എത്ര കിട്ടൂ? അപ്പം അതിന്റെ വില പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വർണത്തെ വെച്ച് അനുമാനിക്കാൻ പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല. കാരണം സ്വർണത്തിനേക്കാളും എല്ലാം നമ്മൾ വിചാരിക്കും സ്വർണ്ണ വില, സ്വർണത്തിനേക്കാളും എല്ലാം വലിയ വിലയുള്ളതാണ് ഈ നവരത്നങ്ങൾ. അപ്പൊ ഇതെല്ലാം ഭൂമിയിലാണ് ഉണ്ടാകുന്നത്. ഈ ലോകത്തുള്ള നവരത്നങ്ങളെല്ലാം കൂടെ കൂട്ടി, സ്വർണങ്ങളെല്ലാം കൂട്ടി, വിലപിടിപ്പുള്ള പലതും ഭൂമിക്കടിയിലുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി എന്താ ഈ സൂര്യൻ, നക്ഷത്രം, ചന്ദ്രൻ, ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ദുന്യാവ്. ഈ ദുന്യാവ് മുഴുവനും കൂടെ അള്ളാഹിന്റെ അടുക്കൽ എത്ര ഉള്ളെന്നാ പറഞ്ഞത്? ചത്ത കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ല. അപ്പൊ അള്ളാഹു തആല കൊടുക്കുമ്പോൾ എന്തായിരിക്കും കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല, അത്ര വലിപ്പമാണ്. അപ്പൊ നമ്മളിത് ചുമ്മാ പറഞ്ഞു പോകുന്നതല്ല, ഇതിന്റെ ഓരോ വാക്കുകളെ കുറിച്ചും പഠനം നടത്തണം. പരിശുദ്ധ ഖുർആന്റെ ഓരോ വാക്കുകളെ കുറിച്ചും പഠനം നടത്തിയാൽ, പരിശുദ്ധ ഖുർആനിൽ ഷിഫ എന്നൊരു വാക്ക് പറഞ്ഞു, രോഗശമനം. അപ്പൊ അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ ആ വിഷയത്തിൽ എന്താക്കാൻ പറ്റിയ മനുഷ്യന് PhD എടുക്കാൻ പറ്റും. അപ്പൊ ഇതേപോലെ ബാക്കി 1000 കാര്യങ്ങൾ ഖുർആൻ ഇനി കിടക്കുക. ഇതിന്റെ ഓരോ കാര്യങ്ങളും മനുഷ്യൻ പഠിക്കാനിരുന്നാൽ പഠിച്ച് തീർത്തോക്കത്തില്ല. ഉദാഹരണത്തിന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതുകയാണ്, എന്ന് ഓതുകയാണ്. നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മളൊരു നല്ലൊരു കഥ വായിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയൊരു നാടകം, ഷേക്സ്പിയർ നാടകം. നമ്മൾ 1-2 വായിക്കുമ്പോൾ അത് മടുക്കും. അതേപോലെ നമുക്ക് ഏറ്റവും വലിയ എഴുത്തുകാരൻ, ലോകത്ത് ഏറ്റവും വലിയ അംഗീകാരം കിട്ടിയവർ, ഇങ്ങനെയുള്ളവരുടെ പാട്ടാണെങ്കിലും എഴുത്താണെങ്കിലും എന്തുവാണെങ്കിലും ശരി, നമ്മൾ 1, 2, 3, 4, 5 വട്ടം കൊണ്ട് അതൊന്ന് മടുക്കും. പിന്നെ നമുക്കൊരു പുതുമ കാണത്തില്ല. പക്ഷെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഒരു ദിവസം എത്ര പ്രാവശ്യം ഓതും, ഇനി എത്ര പ്രാവശ്യം ഓതിയാലും മടുക്കത്തില്ല. ഒരാൾ പറയട്ടെ, ഞാൻ മടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് ഫാത്തിഹയിൽ പോകുന്നില്ല, നമസ്കാരത്തെ കൈകെട്ടി വേഗം മനസ്സ് പുറത്ത് ഓത് കാണിക്കുന്നു, ബക്കറയുടെ 5 വരി ഓത് കാണും എന്ന് പറയട്ടെ, പറയത്തില്ല. പക്ഷെ മനുഷ്യനെ മടുത്തിട്ടില്ല. അത് പരിശുദ്ധ ഖുർആനിലും മോചിതത്താണ്. മറ്റൊരു കാര്യം, ഈ റബ്ബിൽ ആലമീൻ, ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ എല്ലാം രക്ഷിതാവ് എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം എവിടെ വരെ എന്ന് മനുഷ്യൻ പഠിച്ചു തീർക്കാൻ ഒക്കത്തില്ല. അങ്ങനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിനെ കുറിച്ച് മനുഷ്യൻ പഠിക്കാതിരിക്കുകയാണെങ്കിൽ ആദം നബി മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ പഠിച്ചാലും ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിച്ചു തീർക്കാൻ സാധ്യമല്ല. ഇന്ന് ലോകത്ത് മനുഷ്യൻ കണ്ടുപിടിച്ച ഉപകരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ
മനുഷ്യൻ എത്തിപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഒബ്സർവർ ഏരിയ എന്നാണ്. ഒബ്സർവർ ഏരിയ ഇത് ഭൂമിയിൽ നിന്ന് 10,000 കോടി പ്രകാശ വർഷം അപ്പുറമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനപ്പുറം തമോ ഗർത്തങ്ങളാണ്. ഈ അതായത് 10,000 കോടി പ്രകാശ വർഷം എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ നിന്ന് കേൾക്കണമെങ്കിൽ 10,000 കോടി പ്രകാശ വർഷം കഴിയണം. ഇന്ന് ഭൂമി ഉണ്ടായിട്ട് തന്നെ പിന്നെ 100 കോടി വർഷം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും 10,000 കോടി പ്രകാശ വർഷം ഏത് കാലഘട്ടമാണ്? അപ്പോൾ ഈ ഒരു ഏരിയയിൽ മനുഷ്യൻ എത്തണം. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിതറിക്കിടക്കുന്ന നക്ഷത്രങ്ങൾ, സൂര്യനേക്കാൾ വലിപ്പമുള്ള നക്ഷത്രങ്ങൾ ഈ ഭൂമിയിലെ മണൽ തരികളെക്കാളുമാണ് അധികമാണ്. നമ്മൾ സഹാറ മരുഭൂമിയിൽ കിടക്കുന്ന മണൽത്തരികൾ ഒരു കൊട്ട എടുത്തുകൊണ്ട് വന്ന് നമ്മൾ എണ്ണാൻ തുടങ്ങണം. ജീവിതകാലം മൊത്തം അവസാനിച്ച് എണ്ണി തീർക്കാൻ പറ്റൂ? സഹാറ മരുഭൂമിയിൽ അല്ലെങ്കിൽ ഒരു കടൽ തീരത്ത് പോയിട്ട് ഒരു ബക്കറ്റ് മണ്ണ് എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടിട്ട് എണ്ണണം. ജീവിതകാലം മുഴുവൻ എണ്ണി തീർക്കാൻ പറ്റും. അതിന് വേണ്ട സാധനങ്ങൾ വേണം. കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ആ പൊടി നമ്മുടെ കൈ ഒരു ഉണങ്ങിയ മരുഭൂമിയിൽ പോയി നമ്മൾ കൈ വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മുടെ കൈ ഒന്നും പറ്റിയിടൊന്നും കാണത്തില്ല. പക്ഷെ ലക്ഷക്കണക്കിന് പൊടി നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അത്രയും ചെറിയ ഇതിനേക്കാളുമാണ് ഈ ഭൂമിയിലെ മുഴുവൻ മണൽ തരികളെക്കാൾ കൂടുതലാണ് ഒബ്സർവർ ഏരിയയിലുള്ള നക്ഷത്രങ്ങൾ. മനുഷ്യന്റെ പഠനം എന്ന് തീരും? മനുഷ്യൻ ഒരിക്കലും എത്തത്തില്ല അവിടെ. മനുഷ്യൻ ഒരിക്കലും. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഈ ലോകത്തെ കുറിച്ചുള്ള പഠനം മനുഷ്യന്റെ സർവ സൃഷ്ടികളുടെയും സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹു. ഈ സർവ്വലോകങ്ങൾ എന്നാണ് അത് നമ്മൾ കണ്ടതാണ്. അതിന്റെ അപ്പുറത്ത് ബ്ലാക്ക് ഹോളുകൾ, തമോഗർത്തങ്ങളൊക്കെ കിടക്കുകയാണ്. അവിടെ നിന്ന് മനുഷ്യൻ പ്രകാശം അടിച്ചാൽ മനുഷ്യന്റെ പ്രകാശം പോലും പോകത്തില്ല. അവിടെ പോയിട്ട് ടോർച്ച് അങ്ങോട്ട് അടിച്ചാൽ ആ പ്രകാശം തന്നെ ഇരുട്ടായി പോകും. പ്രകാശത്തെ തന്നെ തിന്നുകയാണ് തമോഗർത്തങ്ങൾ. നമ്മുടെ പ്രകാശത്തെ തന്നെ തിന്നുകയാണ്. പ്രകാശം തന്നെ ഇരുട്ടായി പോകും. അപ്പൊ ഈ ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത്. അവിടെ പോയി മനുഷ്യൻ ഇതും ആലവിൽപ്പെട്ടതാണ്. ഈ മനുഷ്യൻ എന്നാ അവിടെ പോയി പഠിക്കുന്നതൊക്കെ? ഇവിടുന്ന് ശബ്ദം പ്രകാശവേഗത സഞ്ചരിച്ചാൽ അവിടെ എത്തണമെങ്കിൽ 10,000 കോടി പ്രകാശ വർഷം കഴിയണം. പ്രകാശവേഗം സഞ്ചരിച്ചാൽ മനുഷ്യൻ അത്ര കാലം ഇനി ഉണ്ടാവൂ? മനുഷ്യരാകെ ലോകത്ത് വന്നിട്ട് 20,000 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ. ആദ്യം മുതൽ വെറും 20,000. അല്ലെങ്കിൽ നമ്മൾ കണക്കെടുത്ത് നോക്കൂ. ആദിം നബി, പിന്നെ അടുത്ത നബി ഏതാ? നൂഹ് നബി. പിന്നെയോ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ പ്രവാചകന്മാർ. പിന്നെ നൂഹ് നബി, പിന്നെ അടുത്ത വന്നത് ഇബ്രാഹിം നബിയാണ് പ്രധാനപ്പെട്ട. പിന്നെ വന്നത് മൂസാ നബി, ഈസാ നബി, മുഹമ്മദ് നബി. ഇത്ര കാലമായിട്ടുള്ളൂ. എത്ര കാലമായി കാണും? പ്രവാചകന്മാർ അടുത്തടുത്ത് വന്നുകൊണ്ടേയിരുന്നു. ഇത്രേ കാലമായിട്ടുള്ളൂ. 12,000 വർഷം എന്ന് പറയുന്നവരുണ്ട്, 20,000 വർഷം എന്ന് പറയുന്നവരുണ്ട്. എന്തായാലും അതിന്റെ മേളിൽ പോകുന്നില്ല. അപ്പൊ ഈ മനുഷ്യന് ഈ 10,000 കോടി പ്രകാശ വർഷമൊക്കെ മനുഷ്യൻ ജീവിച്ചിട്ട് എന്നാ അവിടെ അതിനുള്ള വാഹനങ്ങളൊക്കെ കണ്ടുപിടിച്ച് എന്നാ പോകുന്നത്? ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കണം പ്രകാശം. ഒരു സെക്കൻഡിൽ പ്രകാശ വേഗത. അങ്ങനെ 10,000 കോടി പ്രകാശ വർഷമാണ്. ഓർത്തു വയ്ക്കും. അപ്പൊ മനുഷ്യന്റെ പഠനം അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പഠിച്ചിട്ട് റഹ്മാൻ പഠിക്കാന്ന് പറഞ്ഞാൽ മനുഷ്യൻ നടക്കത്തില്ല. അതുകൊണ്ടാണ് ഖുർആൻ എന്നും പുതുമയുള്ളതാകുന്നത്. ഖുർആൻ എന്നും പുതുമയുള്ളതാണ്. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്? അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ഈ നോമ്പിന് പ്രതിഫലം കൊടുക്കുന്നത്. അപ്പൊ ഈ നോമ്പിനെ വളരെ ബഹുമാനത്തോടു കൂടി നമ്മൾ ആദരിച്ച്, സ്വീകരിച്ച്, അംഗീകരിച്ച് അതിനെ അതേപോലെ പാലിക്കണം. നോമ്പ് വെക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൽ പ്രത്യേകം ഒരു വാതിലുണ്ട്. സ്വർഗത്തിന് എത്ര കവാടമുണ്ട്? 8 കവാടമുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്താണ്. നരകത്തിന് 7 കവാടമേ ഉള്ളൂ. അള്ളാഹ് പറയുന്നുണ്ട്
നരകത്തിന് 7 കവാടം. എവിടെ ഖുർആൻ പറയുന്നു? സൂറത്തുൽ ഹിജ്റിൽ കാണാം. സൂറത്തുൽ ഹിജ്ർ. എന്നാ സ്വർഗത്തിന് 8 കവാടമാണ്. അതിലൊരു കവാടം നോമ്പുകാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതിന്റെ പേര് റയ്യാൻ എന്നാണ്. അധികമായി നോമ്പ് വെക്കുന്നവർ ആ വാതിലിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ റമദാൻ മാസം മാത്രമല്ല നോമ്പ് വെക്കേണ്ടത്, നോമ്പുകാരായിട്ട് തന്നെ ജീവിക്കാൻ ശ്രമിക്കണം. ഏറ്റവും നല്ല നോമ്പ് ദാവൂദ് നബിയുടെ നോമ്പാണ്. അതായത് ഒരു ദിവസം നോമ്പ് വയ്ക്കും, പിറ്റേ ദിവസം നോമ്പ് വയ്ക്കും, പിന്നെ നോമ്പ് വയ്ക്കും, പിന്നെ നോമ്പ് വയ്ക്കും. റമദാൻ എല്ലാ ദിവസവും നോമ്പ് വയ്ക്കുക, ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇന്ന് നോമ്പ് വയ്ക്കുക, നാളെ നോമ്പ് വയ്ക്കുക. ഇങ്ങനെ ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു ഉദ്ദേശിക്കുന്ന ഒരു കണക്കുണ്ട്. അത്രയും നോമ്പ് വെച്ച് കഴിഞ്ഞാൽ എന്താവും? ആ റയ്യാൻ എന്ന വാതിലിലൂടെ നമുക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. പിന്നെ വീണ്ടും ഹദീസുകൾ വരുന്നുണ്ട് ബുഖാരിയിലും മുസ്ലിമിലും. ഈ ഹദീസുകളിലെല്ലാം നോമ്പുകാരന്റെ വായുടെ ഗന്ധത്തെ കുറിച്ച് എടുത്തെടുത്ത് പറയുന്നുണ്ട്. കാരണം ഇതറിയാതെ പറഞ്ഞു പോയതൊന്നുമല്ല, മറിച്ച് വളരെ ഉദ്ദേശത്തോടു കൂടി അങ്ങനെ തന്നെയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു ഹദീസ് എന്ന് പറഞ്ഞാൽ മതി, അത് ശരിയാണ്. പക്ഷേ വിശ്വാസം വീണ്ടും ഈ ഹദീസിനെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്നവരെ സ്വർഗത്തിന്റെ വാതിലുകളിൽ നിന്നും വിളിക്കപ്പെടും. സ്വർഗത്തിന്റെ വാതിലുകളിൽ നിന്നും വിളിക്കപ്പെടും. ഒരാൾ ധാരാളം നോമ്പ് വെക്കുകയാണെങ്കിൽ അയാളെ നോമ്പുകാരാ നീ ഈ വാതിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുക, റയ്യാനിലൂടെ. അതേപോലെ നമസ്കാരത്തിന്റെ വാതിലുണ്ട്. ഒരു നോമ്പ് നമസ്കാരത്തിന്റെയാണ്, ബാബു സ്വലാത്ത് എന്നാണ് അതിന്റെ പേര്. അപ്പോ ആ വാതിലിലൂടെ ധാരാളം നമസ്കരിച്ച ആളുകൾ പോകും. അതേപോലെ ജിഹാദിന്റെ ബാബുണ്ട്, ബാബുൽ ജിഹാദ് എന്നാണ് അതിന്റെ പേര്, അവരതുവഴി പോകും. അതേപോലെ സ്വതക്കയുടെ ബാബുണ്ട്, ബാബു സ്വതക്ക എന്നാണ് അതിന്റെ പേര്. സ്വതക്കയുടെ വാതിലിലൂടെ ഏറ്റവും കൂടുതൽ സ്വതക്ക കൊടുത്ത ആളുകൾ ആ വാതിലിലൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. അപ്പൊ ആരെ കൊണ്ട് എങ്ങനെ ഏത് വാതിലിലൂടെ പോകണമെന്ന് അവർ തീരുമാനിക്കുക. നമ്മളെ കൊണ്ടല്ല ചെയ്യാൻ സാധിക്കും. നമുക്ക് നോമ്പ് വയ്ക്കാൻ കഴിവുള്ളവരാണ് ധാരാളം നോമ്പ് വെച്ച് ആ വാതിലൂടെ സ്വർഗ്ഗത്തിൽ പോവുക. ഇനി ധാരാളം നമസ്കരിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ രാത്രി വെച്ച് നിന്ന് നമസ്കരിച്ച് അതിലൂടെ സ്വർഗ്ഗത്തിൽ പോവുക. ഇനി ധാരാളം സദക്ക കൊടുത്താണ് പോകാൻ കഴിയുന്നത്, അങ്ങനെ ചെയ്യുക. എങ്ങനെയാണോ നമുക്ക് സാധിക്കുന്നത് ഏതെങ്കിലും ഒരു വാതിലൂടെ സ്വർഗ്ഗത്തിൽ കയറി പോകാൻ നമ്മൾ എന്താക്കുക? പരിശ്രമിക്കുക. അപ്പോ ഈ ഹദീസ് കേട്ടോണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, തങ്ങളെ എല്ലാ വാതിലിലൂടെ സ്വർഗ്ഗത്തിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഇത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല, പക്ഷെ പറഞ്ഞു പോവാണ്. എല്ലാ വാതിലുകളിലൂടെയും സ്വർഗ്ഗത്തിലേക്ക് വാ വാ എന്ന് വിളിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ പ്രവാചകരെ? കാരണം ഇതിലെല്ലാം 100% മാർക്ക് മേടിച്ചു. നോമ്പിലും സദക്കയിലും നമസ്കാരത്തിലും എല്ലാത്തിലും എല്ലാ അമലുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുന്ന ഒരു മാർക്ക് അത്രയും മേടിച്ച് വാങ്ങുന്ന ഏതെങ്കിലും ആളുകളുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം വഅർജു അൻ തകൂന മിൻഹും, താങ്കൾ അതിൽപ്പെട്ട ആളാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ താങ്കൾ അവരിൽ പെട്ട ഒരാൾ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ ഈ വിഷയം പറയാനുള്ള കാര്യം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ വിഷയത്തിലും 100% മാർക്ക് മേടിച്ച ആളാണ്. ആദ്യ സ്വർഗത്തിൽ പോകുന്ന വ്യക്തിയാണ്. അപ്പൊ ഇതേപോലെ നമ്മൾ ഓരോരുത്തരും ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കേണ്ടത്, നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നമ്മളപ്പോൾ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രവാചകന്മാരാണ്. അത് കഴിഞ്ഞാരാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാരാണ്? അമ്പിയാക്കൾ കഴിഞ്ഞാൽ അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഇദ്ദേഹം ആദ്യത്തെ ഖലീഫയാണ്.
ഇദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ എന്താക്കണം, നമ്മൾ വാങ്ങി വായിക്കണം, നാളെ മക്കൾക്ക് വാങ്ങി കൊടുക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ മക്കളെ പഠിപ്പിക്കണം. സ്വർഗത്തിൽ ആദ്യമായിട്ട് പോകുന്ന എല്ലാ വാതിലുകളിലൂടെയും സ്വർഗത്തിന്റെ മുഴുവൻ വാതിലുകളിലൂടെയും വിളിക്കപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം, അദ്ദേഹത്തിന്റെ ജീവിത രീതി എങ്ങനെയായിരുന്നു എന്ന് കുട്ടികളെ പഠിപ്പിക്കണം. ആ വിഷയത്തിൽ PhD എടുക്കണം. അതിനെ അംഗീകരിക്കാൻ ഒരു യൂണിവേഴ്സിറ്റി വേണം. നമ്മളതിനൊന്നും അല്ലല്ലോ. നമ്മള് മലം മൂത്ര രക്തം കഫം ഇത് ചികിത്സിക്കാനൊക്കെ ആളുണ്ട്. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് പഠിക്കാനോ അതിനെക്കുറിച്ച് യൂണിവേഴ്സിറ്റി അങ്ങനെ ആളില്ല. ദുനിയാവിന്റെ കാര്യങ്ങൾക്കാണ് ഇഷ്ടംപോലെ ആളുകളുള്ളത്. ഇതിന്റെ പുറകിലാണ് കുറെ ആളുകൾ. അപ്പൊ ഇതെല്ലാം മാറി ഇൻഷാ അല്ലാഹ് നമ്മൾ ദീനിനെ കുറിച്ച്, സഹാബാക്കളെ കുറിച്ച് പഠിക്കണം. അവരെ കുറിച്ച് പഠിച്ച് PhD എടുക്കുന്നവരെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധമായ റമദാൻ മാസമാണ് വരുന്നത്. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും കാര്യമായി തയ്യാറാകുക. ഞാൻ തയ്യാറാകുക, നമ്മൾ തയ്യാറാകുക, നമ്മൾ പ്രിയപ്പെട്ടവരെ തയ്യാറാക്കുക. മക്കളെ, കൊച്ചുകുട്ടികളോട് പറയണം, പിടിക്കുന്നത്രയും പിടിക്കാൻ പറയണം. അവര് തളരുമ്പോൾ വിട്ടേക്കാൻ പറയണം. കൊച്ചിനെ ശീലിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് വസല്ലം. അല്ലാഹുവേ, പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ, അതേപോലെ കേട്ടവർ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം. അല്ലാഹുവേ, വെറും ഒരു ആദര വ്യായാമമായി സ്വീകരിക്കപ്പെടാത്ത പോകുന്ന ഒരു അമലാക്കി ഇതിനെ പാഴാക്കി കളയില്ല. അല്ലാഹുവേ, പരിപൂർണമായിട്ട് ഞങ്ങളുടെ പറയലിനെ നീ കബൂലാക്കണം. അല്ലാഹുവേ, ഞങ്ങളുടെ കേൾക്കലുകളെ നീ കബൂലാക്കണം. അല്ലാഹുവേ, ദുനിയാവ് ആഖിറവും അല്ലാഹുവേ ഞങ്ങൾക്ക് എളുപ്പവും സന്തോഷവുമാക്കണം. അല്ലാഹുവേ, നിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ മരണം വരെ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം. അല്ലാഹുവേ, അല്ലാഹുവേ, നിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ദുനിയാവിൽ ഉണ്ടാക്കി തന്നെ. അല്ലാഹുവേ, പ്രതികൂലമായ സാഹചര്യങ്ങൾ തന്നെ ഞങ്ങളെ പരീക്ഷിക്കില്ല. അല്ലാഹുവേ, 100% ദീനനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും, അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും, ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും, ഞങ്ങൾ സ്നേഹിക്കുന്നവർക്കും, അല്ലാഹുവേ, ഞങ്ങളുടെ അയൽവകക്കാർക്കും, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും, ഞങ്ങളുടെ ഉസ്താദുമാർക്കും, ഞങ്ങളുടെ ശിഷ്യന്മാർക്കും, അല്ലാഹുവേ, എല്ലാം നീ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കണം. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച മുഴുവൻ ഖൈറുകളെ ഞങ്ങൾ ചോദിക്കുന്നു. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ഷെറുകളിൽ നിന്ന് കാവലിനെ തേടി, ഞങ്ങളും ആ ഷെറുകളിൽ നിന്നെല്ലാം കാവലിനെ തേടുന്നു. അല്ലാഹുവേ, റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി.